ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2012 മോഡൽ ജിപ്സിയാണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ആ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാം. അപ്പം ഇത് 2012 മോഡൽ ജിപ്സിയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റോക്ക് കണ്ടീഷനുള്ള ജിപ്സിയാണ്. പക്ഷേ ഇതിൽ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 215 സൈസിലുള്ള ടയറായിട്ടിരിക്കുന്നത്. കോണ്ടിനെൻ്റലിൻ്റെ ക്രോസ് കോൺടാക്ട് ടയറാണ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാൾബ്രോൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ താല്പര്യം. പിന്നെ അതുപോലെ തന്നെ സ്വസ്തിക് ഫാബ്സിൻ്റെ ഒരു റോക്ക് സ്ലൈഡർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വരുന്നത് സിംഗിൾ പൈപ്പിലാണ്. പക്ഷേ സ്വസ്തിക് ഫാബ്സിൻ്റെ നമുക്കിവിടെ ചവിട്ടി കയറാൻ കുറച്ചുകൂടി പരന്നൊരു സ്പേസ് ആയതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് വണ്ടിയിൽ. പിന്നെ നമുക്ക് വണ്ടിയിലേക്ക് മേജറായിട്ടുള്ള വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റമാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഹെഡറും എല്ലാം പൈപ്പും എല്ലാം മാറ്റി നല്ല അടിപൊളി സൗണ്ടാണ് വണ്ടി. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഹെഡർ പൈപ്പ് കംപ്ലീറ്റ്ലി പൈപ്പും ഹെഡറും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്റർ കേനൻ്റെ ഫിൽറ്ററാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി മാറ്റി അടിപൊളി സൗണ്ടാണ്. പിന്നെ പുറകിൽ നമുക്ക് സാധാരണ ജിപ്സിക്ക് കാണാത്ത, ഇത് മിലിറ്ററി വണ്ടികൾക്കാണ് കൂടുതലും കണ്ടിട്ടുള്ളത്, ഇത്രയും വലിയൊരു സ്റ്റെപ്പ് ബാക്കിൽ. സാധാരണ നമുക്ക് ഈ ഒരു സൈഡിലൊരു സിംഗിൾ സ്റ്റെപ്പോ അല്ലെങ്കിൽ നമ്മൾ മഹീന്ദ്രയ്ക്ക് വരുന്ന സ്റ്റെപ്പാണ് ചെയ്യാറ്. പക്ഷേ ഈ വണ്ടിക്ക് ഫുള്ളായിട്ട് പറഞ്ഞിട്ട് അലുമിനിയത്തിൻ്റെ ഒരു ബേസൊക്കെ അടിച്ചിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അത്യാവശ്യം ചാറ്റി കയറാനൊക്കെ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. അതുപോലെ തന്നെ വണ്ടി 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 2 ഇഞ്ച് ഷാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പഴയ വീഡിയോ കണ്ട ആളുകൾക്കറിയാം ഈ വണ്ടിയുടെ വർക്കും ചെയ്തിരിക്കുന്നത് ആമിഫൈഡ് കസ്റ്റംസിനാണ്. അപ്പോൾ നമുക്കൊരു ടാങ്ക് ഗാർഡ് കാണാം, ഫ്യൂൽ ടാങ്ക് ഗാർഡ്. അതുപോലെ തന്നെ വണ്ടിക്ക് ഒരു ട്രാൻസ്ഫർ കേസ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആമിഫൈഡിൻ്റെ കസ്റ്റം ഷോക്കും സസ്പെൻഷൻ സെറ്റുമാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ റൈഡ് ഭയങ്കര സ്മൂത്താണ്. നമ്മുടെ സ്റ്റോക്ക് വണ്ടിയേക്കാൾ നല്ല സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. ഇതിൻ്റെ ഓണർ കൂടുതലും ഹൈവേ റൈഡാണ്. പുള്ളി ബാംഗ്ലൂരിൽ നാട്ടിലേക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പം നല്ലൊരു അഭിപ്രായമാണ് ഈ ഒരു സസ്പെൻഷൻ സെറ്റിന് ശേഷം അവർക്കും പറയാനുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള വർക്കുകൾ വണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആകെ ഒന്ന് കാണാം വണ്ടിയുടെ. അപ്പം അകം മാക്സിമം സ്റ്റോക്കാണ്. ഇതിൽ പ്രത്യേകിച്ച് അഡീഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ സബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ വണ്ടിയിൽ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള വർക്കുകൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ചെറിയ ചെറിയ അപ്ഗ്രേഡ് ഒഴിച്ച് വേറൊന്നുമില്ല. സ്റ്റോക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത നല്ല പക്ക നീറ്റായിട്ടുള്ളൊരു വണ്ടി. അപ്പോൾ നമുക്കിനി ബോണ്ട് ഒന്ന് പൊന്തിച്ചിട്ട് നമുക്കിതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മുടെ കേൻ്റെ ഫിൽറ്റർ കേട്ടോ. നമ്മളിപ്പം എക്സോസ്റ്റ് സിസ്റ്റം കംപ്ലീറ്റ് മാറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഹെഡർ മാറ്റിയിരിക്കുന്നത്. സ്റ്റോക്ക് ഹെഡർ മാറ്റിയിട്ട് 4 പൈപ്പിൻ്റെ അഡീഷണൽ ഹെഡറാണ് വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കേനൻ്റെ ഫിൽറ്ററും. സോ നമുക്ക് കേനൻ്റെയോ അല്ലെങ്കിൽ BMCയുടെയോ ഫിൽറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന് കേനൻ്റെ ഫിൽറ്ററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. BMC ആണ് കുറച്ച് ബെറ്റർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം, ഇത് ഇലക്ട്രിക്കൽ റേഡിയേറ്ററാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആമിഫൈഡിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ഫാൻ ഇലക്ട്രിക്കലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ചൂടിനനുസരിച്ചിട്ട് അതിൻ്റെ ഫാന് ഓണാവും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ക സ്റ്റോക്ക് വണ്ടി. പക്ഷേ ഇതിൽ കാര്യമായ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ലിഫ്റ്റും അതുപോലെ തന്നെ വേണ്ട ഗാർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറാക്കിയിരിക്കുന്നൊരു വണ്ടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഈ വണ്ടി കണ്ടപ്പം എല്ലാവരിലേക്കും ഈ വണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഇതുപോലുള്ള വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ആമിഫൈഡിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ പഴയ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം, ഒരു വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കസ്റ്റം വണ്ടികളും അതുപോലെ സ്റ്റോക്കായിട്ടുള്ള വണ്ടി റീബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആമിഫൈഡ് കസ്റ്റംസിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.